ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പൈനാപ്പിൾ ഹലുവയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അതിനധികം ചേരുവകളൊന്നും വേണ്ട, 1-2 സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാഷ്നട്ടും മുന്തിരിയും കൂടി നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ വറുത്ത് കോരിയെടുക്കുക. അത് നന്നായി വറുത്ത് കോരിയതിന് ശേഷം നമ്മൾക്ക് പൈനാപ്പിൾ, നല്ല പഴുത്തൊരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പൈനാപ്പിൾ നന്നായി ജ്യൂസ് അടിച്ചിട്ട് ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കോരിയെടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഈ ജ്യൂസ്, അധികം വെള്ളം കൂട്ടാതെ ഞാനത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്കിത് ഒരു ഹൽവ തയ്യാറാക്കാം. ഒരു 1/4 മുറി നാളികേരവും പിന്നെ ഗ്രാമ്പു, കറാമ്പട്ട എല്ലാം കൂടി ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. അധികം വേണ്ട, കുറച്ച് മതി. നാളികേരം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റോളം ഇത് നന്നായി കത്തിക്കാം. ഇതധികം പിന്നെ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. ആവശ്യത്തിന് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിൽ ഫുഡ് കളറൊന്നും കൊടുത്തിട്ടില്ല, അത് കാരണം ലൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒക്കെ നാച്ചുറലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഹലുവയാണിത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ റംസാനൊക്കെ അല്ലേ വരുന്നത്, നോമ്പ് തുറന്നാലൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ജ്യൂസിനൊക്കെയൊക്കെ നല്ലൊരു ഹെൽത്തിയാണ്, എല്ലാ കാര്യം കൊണ്ടും നോക്കാൻ നല്ലൊരു ഹലുവയാണിത്. അപ്പോൾ ഇതെനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ വറുത്തതാണ് ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യണത്. അത് പൈനാപ്പിളിലെ എല്ലാ വെള്ളവും വറ്റിയതിന് ശേഷം നമ്മളിതിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി നല്ല കട്ട പോലെ ആയിരിക്കുന്ന ടൈമിലാണ് സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു ഗ്രാമ്പും കറാമ്പട്ടയും പിന്നെ പൊടി ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യം. അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൗഡർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഓരോ ഫ്ലവറിനും ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പൈനാപ്പിളൊന്നും ഇപ്പോൾ അധികം വിലയില്ല, അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല തണുപ്പ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിൽ, നല്ലൊരു പരന്നൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഇത് ഫ്രീസറിലങ്ങനെ വെച്ച് നല്ല സെറ്റാക്കി വന്നതിന് ശേഷം പിന്നെ ഇത് മുറിച്ചെടുത്താൽ മതി.